സഖാവ് വി എസ് അച്യുതാനന്ദൻ വിട പറയുകയാണ്. ആരായിരുന്നു സഖാവ് വി എസ് എന്ന് ചോദിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കർശനമായ വേലിക്കെട്ടുകൾ പൊളിച്ചെഴുതിയ നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ. പാർട്ടിയിലെയും സർക്കാരിലെയും തിരുത്തൽ ശക്തിയാണ് വി എസ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ പിളർപ്പ് മുതലുള്ള തിരുത്തൽ ശക്തിയെന്നും വി എസിനെ പറയാം. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരുപാട് സ്മരണകൾ മലയാളികളുടെ മനസ്സിൽ എക്കാലത്തും ഉണ്ടാവും. പഴയ ഒരു അഭിമുഖത്തിൽ വി എസിനോട് എങ്ങനെയാണ് നിരീശ്വരവാദി ആയതെന്ന് ചോദിക്കുന്നുണ്ട്. 4-ാം വയസ്സിൽ അമ്മയെയും 11-ാം വയസ്സിൽ അച്ഛനെയും നഷ്ടപ്പെട്ട ആളാണ് വി എസ് അച്യുതാനന്ദൻ. കടുത്ത ദാരിദ്ര്യമായിരുന്നു അക്കാലത്ത്. വസൂരി പിടിപെട്ട് മരണമടഞ്ഞ അമ്മയെ അവസാനമായി ഒരു നോക്ക് കാണാൻ കഴിയാതിരുന്ന മകനായിരുന്നു വി എസ്. അമ്മയെ പാർപ്പിച്ചിരുന്ന ആ കുടിലിൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് അദ്ദേഹം ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. അന്ന് പലതവണ ദൈവത്തെ വിളിച്ച് കരഞ്ഞിട്ടുണ്ട്. അപ്പോഴൊന്നും സഹായിക്കാനെത്താത്ത ദൈവത്തെ അതോടെ താൻ ഉപേക്ഷിച്ചു എന്നാണ് സഖാവ് പറഞ്ഞത്. എന്നാൽ ശബരിമല സന്ദർശിച്ച ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയും വി എസ് അച്യുതാനന്ദൻ തന്നെയാണ്. 2007 ഡിസംബർ 30-നാണ് 1-ാം നമ്പർ കാറിൽ മുഖ്യമന്ത്രി വി എസ് പമ്പയിലേക്ക് എത്തുന്നത്. അത് ചരിത്രത്തിലേക്കുള്ള കാൽവെപ്പായിരുന്നു. അന്ന് 85 വയസ്സുള്ള അച്യുതാനന്ദൻ ശബരിമലയിലേക്ക് പോകുന്നുവെന്ന് കേട്ടതോടെ അവിടെ ഡോളിയും കസേരയും എല്ലാം തയ്യാറാക്കിയിരുന്നു. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കാൽനടയായി കയറുന്നു എന്നാണ് സഖാവ് പറഞ്ഞത്. ഒപ്പമുണ്ടായിരുന്ന അന്നത്തെ ആരോഗ്യമന്ത്രി പി കെ ശ്രീമതി, രാജു എബ്രഹാം, കെ സി രാജഗോപാൽ എന്നീ MLA-മാർ ഇവരെല്ലാം ഡോളിയിൽ കയറി പോകാമെന്ന് പറഞ്ഞെങ്കിലും അതൊന്നും കൂട്ടാക്കാതെ അദ്ദേഹം നടന്നു തന്നെ മല കയറി. മലകയറ്റത്തിനിടെ കരിക്കും ജ്യൂസുമൊക്കെ കൊടുത്തെങ്കിലും അതൊന്നും അദ്ദേഹം കഴിച്ചതുമില്ല. ഇടയ്ക്ക് ഇരിക്കാൻ കസേര കൊണ്ടുവന്നെങ്കിലും വി എസ് ഇരുന്നുമില്ല. ശരംകുത്തിയിലെത്തിയപ്പോൾ വി എസിനായി അവിടെ വെടിവഴിപാട് ഉണ്ടായിരുന്നു. വി എസ് സ്വാമിക്ക് വേണ്ടി വെടിവഴിപാടെന്ന അനൗൺസ്മെൻറ്റ് കേട്ട് എല്ലാവരും ചിരിച്ചിരുന്നു. അപ്പോൾ ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള വെടിവഴിപാട് എന്നായിരുന്നു വി എസിൻ്റെ പ്രതികരണം. മതികെട്ടാനും പൂയംകുട്ടിയും നടന്നു കയറിയ വി എസ് അച്യുതാനന്ദന് 85-ാം വയസ്സിലും ശബരിമല കയറ്റം ഒരു പ്രശ്നമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പേരുകേട്ട നിശ്ചയദാർഢ്യത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ് ആ ശബരിമല യാത്ര. 1964-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായി പിളർന്നു. CPI-M രൂപീകരിക്കുന്നു. പാർട്ടിയെ പിളർപ്പിലേക്ക് നയിച്ച 64-ലെ ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് CPM എന്ന പാർട്ടി രൂപീകരിച്ച കേരളത്തിൽ നിന്നുള്ള 7 നേതാക്കളിൽ ഒരാളായിരുന്നു വി എസ് അച്യുതാനന്ദൻ. അവരിൽ ഇന്ന് വരെ ജീവിച്ചിരുന്നതും അദ്ദേഹം മാത്രമായിരുന്നു. വി എസ് എന്ന ചുരുക്കെഴുത്തിന് വിവാദങ്ങളുടെ സഖാവ് എന്നൊരു വിളിപ്പേര് കൂടിയുണ്ട്. പഴയ ഇന്ത്യ ചൈന യുദ്ധകാലത്ത് രാജ്യദ്രോഹ കുറ്റം ചുമത്തി വി എസിനെയും മറ്റ് നേതാക്കളെയും തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ അടച്ചിരുന്നു. ജയിലിനുള്ളിൽ വി എസ് രക്തദാനത്തിന് പ്രചാരണം നൽകി. അതിർത്തിയിൽ പോരാടുന്ന നമ്മുടെ പട്ടാളക്കാർക്ക് രക്തം ദാനം ചെയ്യണം എന്നായിരുന്നു വി എസിൻ്റെ ആവശ്യം. ഇത് ജയിലിലുണ്ടായിരുന്ന പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഒരു വേർതിരിവുണ്ടാക്കി. ജയിൽ മോചിതനായ ശേഷം വി എസിനെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും തരം താഴ്ത്തുകയും ചെയ്തു. പിന്നീട് 98-ൽ പാലക്കാട് നടന്ന സംസ്ഥാന സമ്മേളനത്തിലെ വെട്ടിനിരത്തലിൻ്റെ പേരിലായിരുന്നു രണ്ടാമത്തെ നടപടി നേരിട്ടത്. CPM-ലെ വിഭാഗീയതയുടെ പേരിൽ 2007 മെയ് 26-ന് വി എസിനെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതാണ് അടുത്ത നടപടി. അന്ന് വി എസിനോടൊപ്പം പിണറായി വിജയനും ഇതേ നടപടി നേരിട്ടിരുന്നു. ലാവ്ലിൻ കേസിൽ ഇരുവരും പരസ്യമായി വാക്പോര് നടത്തിയതിനായിരുന്നു ആ നടപടി. 2007 ഒക്ടോബറിൽ തിരിച്ചെടുത്തെങ്കിലും 2009 ജൂലൈയിൽ വി എസ് വീണ്ടും PBക്ക് പുറത്തായി. സംഘടനാ തത്വങ്ങളും അച്ചടക്കവും ലംഘിച്ചു എന്നായിരുന്നു ആരോപണം. LDF സർക്കാർ ADB-യിൽ നിന്ന് വായ്പ എടുക്കുന്നതിനെതിരെ പരസ്യമായി അഭിപ്രായ പ്രകടനം നടത്തിയതിനെതിരായും വി എസിനെതിരെ നടപടിയുണ്ടായി. അവസാനമായി TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പാർട്ടി നിലപാടുകൾക്കെതിരെ പറഞ്ഞതിനും പാർട്ടി ശാസന നേരിട്ടിട്ടുണ്ട്. വി എസിൻ്റെ പോരാട്ടം സ്വന്തം പാർട്ടിയിലും ഉണ്ടായിരുന്നു എന്നാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം. നിലപാടുകൾ ഒരിക്കലും വ്യക്തിപരമല്ല എന്ന് തെളിയിച്ചൊരു നേതാവായിരുന്നു വി എസ്. ആശയങ്ങളാണ് ഏറ്റുമുട്ടേണ്ടത് എന്ന നിലപാടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. രാഷ്ട്രീയത്തിലെ അല്ലെങ്കിൽ സമൂഹത്തിലെ പലർക്കെതിരെയും പറയാൻ മടിച്ച കാര്യങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ ഒരാളാണ് അച്യുതാനന്ദൻ. ആ നാവിൻ്റെ കരുത്തറിഞ്ഞവരാണ് കുഞ്ഞാലിക്കുട്ടി മുതൽ ഗണേഷ് കുമാർ വരെയുള്ളവർ. സംഘപരിവാർ അതിക്രമങ്ങൾ കാണുമ്പോൾ, മനുഷ്യരെക്കാൾ ചിലർ പശുവിനെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ, പശുവിൻ്റെ പേരിൽ പച്ചയ്ക്ക് മനുഷ്യനെ വെട്ടിക്കൊല്ലുമ്പോൾ നമ്മളും ചോദിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട്. അത് പൊതുവേദിയിൽ വിളിച്ചു പറഞ്ഞതും സഖാവ് വി എസ് തന്നെയായിരുന്നു. പശു നിങ്ങളുടെ അമ്മയാണെങ്കിൽ കാള നിൻ്റെയൊക്കെ അച്ഛനാണോ എന്ന ചോദ്യം കേട്ട് അന്ന് ചിരിക്കാത്തവർ ഉണ്ടായിരുന്നില്ല. സംഘപരിവാർ അണികൾ വരെ അത് കേട്ട് ചിരിക്കുകയും ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ടാകണം. ഇനി നീട്ടിയും കുറുക്കിയും ഇടക്കൊന്ന് നിർത്തിയുമൊക്കെയുള്ള ആ ശബ്ദം ഉണ്ടാകില്ല. ഒരു നൂറ്റാണ്ടുകാലം ഇവിടുത്തെ പാവങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ സഖാവ് വിട പറയുകയാണ്. നാളെ വലിയ ചുടുകാട്ടിലാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടക്കുന്നത്.